ഒരിടവേളയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ബാറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം സെഞ്ചുറിയാണ് അടിക്കുന്നത്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ പുള്ളി തിരിഞ്ഞു പോകണം, തിരിയുന്നില്ല. പുള്ളി പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ ലോകാവസാനം, 100 സീറ്റ് പിടിച്ചാൽ പിന്നെ ലോകാവസാനം. എന്നിട്ട് പറയുന്നത് അതേ വാവുണ്ട് തന്നെ പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് ഏറ്റവും നല്ലതെന്ന് മുഖ്യമന്ത്രിയാവാൻ. അതെങ്ങനെ ശരിയാവും? LDF വരുമ്പോൾ രമേശ് ചെന്നിത്തല വയ്ക്കില്ലല്ലോ, UDF വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ UDF ആദ്യം പറയുന്നത് UDF വരില്ല, 100 സീറ്റ് വന്നാൽ ലോകാവസാനം, പിണറായിയെ വരുള്ളൂ, തുടർ ഭരണേ വരുള്ളൂ. എന്നിട്ട് പറയും UDFന് രമേശ് ചെന്നിത്തലയാണ് മിടുക്കനാണ്. ഇതെങ്ങനെ ശരിയാവും വെള്ളാപ്പള്ളി നടേശൻ സാറേ? എന്താണ് VD സതീശനുമായിട്ടുള്ള ഇത്രയ്ക്കുള്ള വാശിയും വൈരാഗ്യത്തിന്? അതിൽ VD സതീശൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല, മുഖ്യമന്ത്രി ആയിട്ടില്ല. അപ്പോൾ VD സതീശനോട് ഒന്നും ചോദിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടല്ല, സ്കൂളോ കോളേജോ ഒന്നും ചോദിച്ച് കിട്ടാത്തതല്ല. ആകെപ്പാട് നമുക്കറിയാവുന്നൊരു കാര്യം, VD സതീശൻ ഈ സമുദായ നേതാക്കളെ കാണാൻ പോകാറില്ല. അല്ലാതെ അവർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമായിരിക്കും, NSS കാരോടോ SNDP ഒക്കെ സംസാരിക്കുമായിരിക്കും, ചിലപ്പോൾ ഫോണിലും സംസാരിക്കുമായിരിക്കും, അത് നമുക്കറിയില്ല. മറ്റേ സുമാരൻ നേരം ഒരിക്കൽ പറഞ്ഞല്ലോ, ഫോണിൽ എന്തോ വിളിച്ച് സംസാരിച്ച് സഹായം അഭ്യർത്ഥിച്ചു എന്നൊക്കെ. പക്ഷെ പരസ്യമായി അവിടെ പോകുന്നൊരു ശീലമില്ല. അത് വെള്ളാപ്പള്ളിയുടെ അടുത്തും പോകാറില്ല, NSSലും പോകാറില്ല. മാത്രമല്ല ഇവർ പറയുന്ന പ്രസ്താവനകളെ ഓണപ്പിയാറുമില്ല. ഇതാണോ കുഴപ്പം എന്നറിയില്ല. എന്തായാലും അതിശക്തമായ പന്നൻ തവളയെ പോലെ വീർത്തു, പിന്നെ എന്തൊക്കെയാണ് പറയുന്നറിയില്ല. സതീശനെ പറയുന്നത് എന്തൊക്കെയാണെന്ന് VD സതീശനെ ഇപ്പോൾ ഇന്നിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ശുംഭൻ എന്തൊക്കെയാണ് പറയുന്നറിയില്ല. അപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും കോടതിയുടെ ഒരു കനിവ് കിട്ടി. കോടതി അവരുടെ കേസ് സ്റ്റേ ചെയ്തു. വീണ്ടും അവർക്ക് അധികാരത്തിൽ തുടരാം. ഇനി കേസ് വാദം തീരുന്നത് വരെ അധികാരത്തിൽ തുടരാം. വാദം തീർന്നാൽ മാത്രമേ, അതിന് വിധിയായാൽ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ. വിധിയാവുമ്പോഴും സുപ്രീം കോടതിയിൽ പോവാം. അപ്പോൾ കുറച്ച് കാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്ടകാലം അദ്ദേഹത്തിന് ഉരുട്ടാൻ പറ്റും. വണ്ടി 124 കേസാണ് കേട്ടോ, 1ഉം 2ഉം അല്ല, പക്ഷേ വണ്ടി ഉരുട്ടാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറയുന്നത് ഒരു കാരണവശാലും അടൂർ പ്രകാശനും K സുധാകരനും ഒന്നും ഇത് കൊടുക്കാത്തതുകൊണ്ടാണ്, സീറ്റ് കൊടുക്കാത്തതും കൂടിയാണ് പ്രകോപിപ്പിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും രമേശ് ചെന്നിത്തല ആവട്ടെ, രമേശ് ചെന്നിത്തല ആയാലും നായരല്ലേ, VD സതീശനായാലും നായരല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, എന്തിനാ ദേഷ്യം വരുന്നത്? അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്തിനാ? രമേശ് ചെന്നിത്തല കൊള്ളാം, VD സതീശൻ അയ്യോ എന്ന്. അതിന് VD സതീശനെ പരിച്ചിട്ടൊന്നുമില്ലല്ലോ, ഒരു പ്രാവശ്യം പോലും മന്ത്രിയായിട്ടില്ല, അദ്ദേഹം സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ല, MLA എന്നുള്ള നിലയിൽ പരവൂർ മാത്രമല്ലേ പ്രവർത്തിക്കുന്നുള്ളൂ. അവന് VD സതീശൻ എങ്ങനെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ ശത്രുത വരാൻ കാര്യം നമുക്കറിയില്ല. എന്തായാലും വെള്ളാപ്പള്ളി വീണ്ടും പ്രശ്നങ്ങളുമായിട്ട് ചാടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പിണറായി വിജയനെ ഒന്നുകൂടി ഭരണത്തിൽ കൊണ്ടുവന്നാൽ കൊള്ളാം എന്നുണ്ട്. ഈ കേസൊക്കെ സെറ്റാക്കി എടുക്കാനാണെന്നാണ് ആളുകൾ പറയുന്നത്, നമുക്കറിയില്ല. മകൻ BDJS എന്ന് പറഞ്ഞ് BJPയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി BJPക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, വോട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞ് റൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പല കഥകളും കേൾക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് കേസിൽ നിന്ന് തൽക്കാലം അദ്ദേഹം ഊരിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം മാത്രമല്ല, വെള്ളാപ്പള്ളിയും, തുഷാർ വെള്ളാപ്പള്ളി, ഡോക്ടർ സോമൻ, അങ്ങനെ ഒരു ടീം കേസിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് വെള്ളാപ്പള്ളി ഈ കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം PG സുരേഷുമായി, ഏഷ്യാനെറ്റിൻ്റെ PG സുരേഷിന് കൊടുത്തൊരു അഭിമുഖത്തിലാണ് വളരെ കൃത്യമായി ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. പറയുന്നതിനകത്താണ് VD സതീശനെയാണ്, UDFനല്ല അവർ ശത്രുതയൊന്നുമില്ല, കോൺഗ്രസിനോടും എതിർപ്പൊന്നുമില്ല, പക്ഷേ VD സതീശൻ എന്ന വ്യക്തിയോട് ഭയങ്കര എതിർപ്പാണുള്ളത്. അതെന്താണ് കാരണം എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ വലിയ ശത്രുതയാണ് പറയുന്നത്. എന്തായാലും UDF വരാനാണ് സാധ്യത കാണുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറഞ്ഞാലും UDFനാണ് സാധ്യത കാണുന്നത്. പക്ഷേ UDF വന്നാൽ വനവാസത്തിന് പോകുമെന്നൊക്കെ ഉള്ള നിലയിലൊക്കെ ഉള്ള വർത്തമാനമാണ് പറയുന്നത്. ഇനി VD സതീശൻ മുഖ്യമന്ത്രി ആയാലും എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കറിയത്തില്ല. വെള്ളാപ്പള്ളി നടേശൻ അപ്പോൾ എന്ത് പറയുമെന്നറിയത്തില്ല. അപ്പോൾ അതിന് പ്ലേറ്റ് മറിക്കുമോ, ഒറ്റ ദോശ മറിച്ചിടും, ഓംലെറ്റ് മറിച്ചിടും പോലെ ഒറ്റ ട്രിപ്പിനങ്ങ് മറിച്ചിടുമോ നമുക്കറിയത്തില്ല. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ വേഴ്സസ് VD സതീശൻ, അതിൽ VD സതീശനാണ് നിലപാട് കൊണ്ടിപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്നൊരു തോന്നൽ കേരളത്തിലുണ്ട്. പക്ഷേ ജൂനിയറാണ്, പ്രായം കൊണ്ട് വളരെ ജൂനിയറാണെങ്കിലും കുറേ കൂടി എക്സ്പീരിയൻസും പ്രവൃത്തിയും ഒക്കെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശന് അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയത്തില്ല. പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം, കൃത്യമായി മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. പിന്നെ രമേശ് ചെന്നിത്തല ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും പലരും ബാധിക്കുന്നു. PJ കുര്യൻ ബാധിച്ചു, K സുധാകരൻ ബാധിച്ചു. ജയിച്ചിട്ടേ നമുക്കറിയാൻ പറ്റൂ ആരാണ് മുഖ്യമന്ത്രി എന്ന്. ഇനി ചിലപ്പോൾ 2.5 വർഷം കൊടുക്കുമോ,
അതോ 5 വർഷം ഒരാളിന് കൊടുക്കുമോ എന്നറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകുന്നത്. അങ്ങനെ UDF വരികയും വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുകയും ഇനി ഒരു 100 സീറ്റ് UDFന് കിട്ടുകയും ചെയ്താൽ വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്യും? വനവാസത്തിന് പോകുമോ അതോ സന്യാസിയാകുമോ, എല്ലാം വച്ച് മതിയാക്കുമോ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം നോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കൗതുകകരമായ രാഷ്ട്രീയ കാഴ്ച.